വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഡേ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. ഇത് പാർട്ട് 1 ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ അമ്മയെ കാണാനായിട്ട് പോവാണ്. അമ്മയുടെ നമ്മൾ ഓൾറെഡി റിസൾട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പാസ്സായി എന്ന്. പക്ഷേ എനിക്ക് നേരിട്ട് തന്നെ പോയി അമ്മയെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. മീൻസ് എങ്ങനെയാണ് റിയാക്ഷൻ എന്നൊക്കെ അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് പോകാമെന്ന് വിചാരിച്ചു. വെണ്ണിലാവ് പെയ്തലിഞ്ഞ് പുണ്യമാണോ നീ, കണ്ണൊഴിഞ്ഞ് കാത്തിരിക്കും കാവലാണ് നീ. മഞ്ഞു തൂവൽ പോലെ എന്നിറുകിൽ കൈതലോടും നേരം, പിഞ്ചു പൈതലാവും എൻ മനസ്സറിയാതെ. ഉയിരിനു പാലൂട്ടി കാത്തു നീ അന്നേ, പകരമി ഞാനെന്തു നൽകാനെന്നമ്മേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ കിട്ടിയ സമയത്തുള്ള? രാവിലെ അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടിയെന്ന്. അയ്യോ, എനിക്ക് പിന്നെ റിയാക്ഷൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. ഇവിടെ ഒരാൾ കരയാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് ആശ്വസിപ്പിക്കലായിരുന്നു വേണ്ടി. നീ കരഞ്ഞില്ലേ? ഞാൻ പിന്നല്ലേ കരഞ്ഞു. എല്ലാരും കരച്ചിലായിരുന്നു ഗൈസ്. നിനക്ക് അറിയാത്തോണ്ടാ കരച്ചിലും ഒന്നും പറയണ്ട, വാക്കുകൾ കിട്ടുന്നില്ല, ഇമോഷണലായി. അയ്യോ, ഓക്കെ. എന്താണ് കൺഗ്രാറ്റ്സ്? ഇവിടെ വീഡിയോയുടെ മുമ്പിൽ കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാവർക്കും ക്യാമറ കണ്ട റിയാക്ഷൻസ് വരത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് അസുഖം. എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പട്ടിക്കോലമാണ് ഇപ്പം. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പുറത്തു പോയിട്ട് വന്നതേ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് പറഞ്ഞു. ഹാപ്പിയാണോ? ഹാപ്പി. അതെ, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നീരജയുടെ റിയാക്ഷൻ. ഇനി അച്ഛൻ്റെ അമ്മയുടെയൊക്കെ റിയാക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇനി റിയാക്ഷൻ ഒന്നും കാണത്തില്ല. ഇനി ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ സന്തോഷ പ്രകടനത്തിന് പോവുകയാണെങ്കിൽ അതിൻ്റെ വ്ളോഗ് ഞങ്ങൾ കാണിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ സമയം വൈകിട്ടായി ഗൈസ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഈ ഒരു മൊമെൻറ്റ് വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് എൻജോയ് ചെയ്യണോ അതോ പുറത്ത് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ അവസാനം ഫൈനലി പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കൊല്ലത്ത് ഒരുപാട് പുറത്ത് പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഈ ഒരു ചിന്നക്കട ബ്രിഡ്ജിൻ്റെ താഴെ ഇതേപോലെ ഒരു പാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിൽ പോയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഒന്നൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആയിരുന്നു. നമുക്കിങ്ങനെ വന്നിങ്ങനെ കറങ്ങി നടക്കാനും ഒരു നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ ഇങ്ങനെ നടക്കാൻ പോകുന്നവർക്ക് മൈതാനം അല്ലാതെ വേറെ ഓപ്ഷൻ രീതിയിൽ ചൂസ് ചെയ്യാം. പിന്നെ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ കൊല്ലത്തെ നല്ല ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ എവിടെയാണെന്നും. എനിക്കറിയത്തില്ല എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് എന്തൊക്കെയോ സ്പോട്ടുകളുണ്ട് ശരിക്കും. അപ്പോൾ കാണുമായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ ചുമ്മാ കറങ്ങിയൊക്കെ നടന്നു. കുറച്ച് നേരം അച്ഛനെ വേണ്ടി വെയിറ്റ് ചെയ്തു. അച്ഛൻ അവിടെ പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെയും ആ ഒരു ഏരിയയിൽ ഫുൾ ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട് തുടങ്ങി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു എക്സസൈസ് എന്നൊക്കെ രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ടാണ്. കാരണം അവിടെ കുറേ ഗെയിംസിനുള്ള ഏരിയാസൊക്കെ ഉണ്ട്, പിന്നെ ജിമ്മുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ ചുമ്മാ നടക്കാനായിട്ട് ഇറങ്ങിയതാണല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു എന്താ പറയേണ്ട ഒരു ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഇതാ ഈ ഒരു വോൾ എനിക്ക് ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് തോന്നി. മീൻസ് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നവർക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരിക്കും. പിന്നെ പുറകെ കൂടി ട്രെയിൻ വരുന്നതുകൊണ്ട് നല്ലൊരു ഏരിയ ആയിരിക്കും അത്. ഫോട്ടോഷൂട്ടിനാണെങ്കിലും അല്ലാതെ ഇപ്പം എന്ത് സംഭവത്തിനാണെങ്കിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അത്. പിന്നെ അതേപോലെ അവിടെ ഞങ്ങൾ ജിമ്മിൻ്റെ സൈഡിൽ പോയി. ഇപ്പോൾ ജിമ്മിൻ്റെ സൈഡിൽ പോയപ്പോഴത്തേക്കും എന്താണെങ്കിലും ഇവിടം വരെ വന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഉറപ്പിച്ചങ്ങ് കയറി. ധൈര്യമായിട്ട് കയറുന്നിരുന്ന ഞാനില്ലേ, പിടിച്ചങ്ങോട്ട് കേറി. കമോൺ. അത്രേ ഉള്ളൂ. യെസ്, സക്സസ്. അവിടെ നിന്ന് സ്കേറ്റിങ്ങും ചെസ്സും ഇതൊക്കെ കണ്ടു. പിന്നെ ആ ഒരു സമയപ്പോഴത്തേക്ക് ആ വെയിലൊക്കെ മാറി ഒരു നല്ലൊരു ക്ലൈമറ്റായി മാറി. ഈ ഒരു ഏരിയയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. വളരെ സന്തോഷം. അച്ഛന് ഒന്നും പറയാനില്ല, ഇമോഷണലായി വാക്കുകൾ കിട്ടും. സന്തോഷം പറ, അങ്ങനെ പറയാനില്ല. അച്ഛൻ്റെ സന്തോഷം അച്ഛന്
വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമുക്ക് അന്ന് രാത്രി വേറെ എവിടെയും പോകാനൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ നാളെ പോകും ഗൈസ്. നാളെ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്തിയെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഗൈസ്. അപ്പോൾ എനിക്കിത് വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെയാണ്. അപ്പം എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് എൻ്റെ പകുതി ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യം ചെയ്യുന്നതിന് മുമ്പ് മധുരം കഴിക്കണമെന്ന് പറയുന്ന പോലെ എന്ത് നല്ല കാര്യം നടന്നു കഴിഞ്ഞാലും അപ്പോൾ ഒരു കുഴി വരും ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിന്ന് ആരെ കാണാനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറഞ്ഞ വ്യക്തി നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം ആശ്രമ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഗൈസ്, പിന്നെ ഇപ്പം സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ദാ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ബാക്കി വെച്ചൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. അതായത് ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടൂടെ, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുമല്ലോ, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുമല്ലോ എന്നൊക്കെ. അപ്പം അതിനൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഈ ഒരു CA കോഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഒരു വട്ടം എക്സാമിൻ്റെ റിസൾട്ട് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് പോകും. അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് വന്ന് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരാൻ പിന്നെ ഒരു 1.5 മാസത്തെ ഗ്യാപ്പ് കാണും. അപ്പോൾ അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതിനുശേഷം പിന്നെയും റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചുകൂടെ മുമ്പേ ആയനെ. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു. ഒന്നിലും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അത് ഒന്ന് മാറി കിട്ടിയത് ഇപ്പോഴാണ് ശരിക്കും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ റിസൾട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് വന്നാൽ എന്തുമാത്രം ഒരു സമാധാനം ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് ലെവലെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റിയിൽ എനിക്ക് ബാക്കി എന്ത് വേണമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം അത് ആ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലുത് തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാതെ സ്കിപ്പ് ചെയ്ത ആ ഒരു ഭാഗം. അത് സ്കിപ്പ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പം അതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും അത് നിങ്ങളെ എന്തായാലും അറിയിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പം ലിപ് ഗ്ലോസും കൂടിയിട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ലേ, നമുക്ക് ഇനി പെട്ടെന്ന് മുടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. മുടി കിട്ടുന്നതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കമ്മലിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ ഇതിട്ട് ഞാൻ കുറച്ച് ഓവറായിപ്പം. അങ്ങനെ ഞാനൊരു ജുംക്ക ഇട്ടുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ ഒരു ലുക്കിന് നല്ലോണം മാച്ച് ആവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ടൊരു പൊട്ടും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ സമയത്ത് ഞാനിത് ധാവണി പോലും എടുക്കാനാണ് കേസ് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യാൻ, എൻ്റെ ഒരു അഹങ്കാരങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക, എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ഞാനും അച്ഛനും കൂടെയാണ് പോയത്. ഞങ്ങൾ കുറേയൊക്കെ മാച്ചിങ് ഡ്രസ്സാണല്ലോ. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോയി എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയപ്പോൾ തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ് ഇവിടുത്തെ ആശ്രമമ്പലത്തിലും കൂടെ വന്നിട്ടൊന്ന് പോകണമെന്ന്. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഫൈനലി റിസൾട്ട് വന്നതിൻ്റെ അടുത്ത ദിവസമാണ് പോകാനൊരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങളായിട്ട് മനഃപൂർവ്വം അങ്ങനെ വെച്ചതല്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വന്നത് ഇപ്പോഴാണ് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ ആശ്രമമ്പലത്തിൽ എത്തി. കയറുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. ആ വ്യൂ തന്നെ ഉണ്ടോ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ടല്ലേ. പിന്നെ തൊഴുതുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ അതിനെല്ലാം ഇവിടെ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് സമാധാനം എടുത്ത് പ്രാർത്ഥിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പറ്റിയത്. ഭഗവാനെ കണ്ട് സന്തോഷമായിട്ട് ഞാനും അച്ഛനും കൂടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അതായിരുന്നു ഗൈസ് നമ്മുടെ റിസൾട്ട് ഡേ വ്ളോഗിൻ്റെ പാർട്ട് 2. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഗൈസ്. പിന്നെ ഭഗവാനെയും കൂടെ കാണാൻ പറ്റിയപ്പോഴത്തേക്കും ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.